പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന ക്ലാസ്സിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു വിശുദ്ധ കുർബാനയെ സഹീയോൻ മാളികയിൽ സ്ഥാപിച്ചതിൻ്റെ ശുശ്രൂഷയാണ്. സ്ഥാപന വാക്കുകൾ പുരോഹിതൻ ഉരുവിടുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആ സ്ഥാപന വാക്കുകൾ ഉരുവിട്ട് കഴിയുമ്പോൾ ഇതാ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന ഒരു അനുസ്മരണ പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലുന്നു. ഈ അനുസ്മരണ പ്രാർത്ഥനയിൽ ഇതാ പുരോഹിതൻ പറയുകയാണ്, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു സഹീയോൻ മാളികയിൽ വെച്ച് വിശുദ്ധ കുർബാന എന്ന ആരാധനയെ സ്ഥാപിച്ചുകൊണ്ട് ഈ രഹസ്യത്തിൽ സംബന്ധിക്കുമ്പോഴെല്ലാം നിങ്ങൾ എൻ്റെ 2ാമത്തെ വരവ് വരേക്കും ഇപ്രകാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ ഉത്ബോധിപ്പിച്ചു. അപ്പോൾ കർത്താവ് കുർബാന സ്ഥാപിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ 2ാമത്തെ വരവ് വരേക്കും നിങ്ങൾ ഇപ്രകാരം അനുഷ്ഠിക്കുവിൻ. അതുകൊണ്ടാണ് പരിശുദ്ധ സുറിയാനി സഭ വിശുദ്ധ കുർബാന എന്ന ആരാധനയെ കർത്താവിൻ്റെ അന്ത്യകൽപ്പനയായിട്ട് സ്വീകരിക്കുകയും അത് തൻ്റെ മക്കൾ നടത്തുന്ന ഒരു വലിയ അനുസരണത്തിൻ്റെ പ്രതീകവുമായിട്ട് ഏറ്റവും ഭക്തിയോടും ഭയത്തോടും വിറയലോടും കൂടി ആ വിശുദ്ധ കുർബാന എന്ന ആരാധനയെ നമ്മൾ കണക്കാക്കുന്നത്. പരിശുദ്ധ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടി അല്ലാതെ കൂദാശകളൊന്നും പരികർമ്മം ചെയ്യാനായിട്ട് പുരോഹിതന് അനുവാദമില്ല. അതുപോലെ നമ്മുടെ കൂടിവരവുകളെല്ലാം അത് ഏത് തരത്തിലുള്ള കൂടിവരവുകളാണെങ്കിൽ പോലും അതിന് വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചിരിക്കണമെന്നും സഭ അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ, എൻ്റെ ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമ ആരാധനയ്ക്ക് പകരമായിട്ട് പുതിയ നിയമ ആരാധനയായിട്ട് ഇതിനെ സ്ഥാപിച്ചു എന്ന ആ കർത്താവിൻ്റെ കൽപ്പനയെ പുരോഹിതൻ അനുസ്മരിക്കുകയാണ്. അങ്ങനെ അനുസ്മരണ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ പുരോഹിതൻ ഒരു സ്പൂണും ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ കുഷ്യൻ എടുത്ത് ഇങ്ങനെ ഉയർത്തി ജനങ്ങളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവിൻ്റെ അതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ട്. അതിലൊരു വ്യാഖ്യാനം മാത്രം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മിന്നൽ പോലെ കിഴക്ക് നിന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായി എഴുന്നള്ളി വരും എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇങ്ങനെ സ്പൂണും അതുപോലെ ആ സ്പോഞ്ചും അല്ലെങ്കിൽ കുഷ്യനെ എടുത്തുയർത്തുന്നത്. അങ്ങനെ ഉയർത്തി കാണിക്കുന്നു. അതിനുശേഷം ജനങ്ങൾ ഒരു പ്രതിവാക്യം ചൊല്ലുന്നുണ്ട്. കർത്താവ്, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിൻ്റെ 2ാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു എന്ന ഒരു പ്രതിവാക്യമാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ എഴുന്നള്ളത്തിനായി നോക്കിപ്പാർക്കുന്നു എന്ന ഒരു ഭാഗമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്പൂണും കുഷ്യനും ഉയർത്തി കാണിച്ചതിൻ്റെ സൂചന അങ്ങനെയാണെന്ന് വിചാരിക്കാൻ കഴിയും. അതുപോലെ ഈ കുഷ്യൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് കർത്താവിൻ്റെ തിരുശരീരങ്ങൾ എടുത്തു കഴിയുമ്പോൾ പുരോഹിതൻ്റെ കയ്യിൽ അതിൻ്റെ ഏതെങ്കിലും അംശം നിലനിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തുടയ്ക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥാപനവചനങ്ങൾ ഉച്ചരിച്ചപ്പോൾ പുരോഹിതൻ അപ്പത്തെ എടുത്തുയർത്തി അതിനെ റൂഷ്മ ചെയ്തിട്ടുണ്ട്. അപ്പോഴതുകൊണ്ട് അത് തുടയ്ക്കുന്നതിനും കൂടിയായിട്ടാണ് ഈ സ്പൂൺ എടുക്കുന്നത്, ആ സമയത്ത് എടുക്കുന്നത് എന്ന ഒരു വ്യാഖ്യാനവും സുറിയാനി പിതാക്കന്മാർ പറയുന്നുണ്ട്. അങ്ങനെ ഈ അനുസ്മരണ പ്രാർത്ഥനയെയും അതിൻ്റെ പ്രതിവാക്യവും നമുക്ക് കേൾക്കാം. അങ്ങനെ ഒരു പ്രതിവാക്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് വീണ്ടും പുരോഹിതൻ ഒരു ദീർഘമായ അനുസ്മരണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ അനുസ്മരിച്ച ശേഷം കർത്താവ് അവിടുന്ന് പാടുവീടുകളേറ്റും മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇനി 2ാമത് അവിടുന്ന് വരാനിരിക്കുന്നു, ഞങ്ങളോട് കരുണയായിരിക്കണമേ, നിൻ്റെ കരുണയിലാണ്, ഞങ്ങളുടെ പ്രവൃത്തിയിലല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. അതിനും വിശ്വാസികൾ ഒരു പ്രതിവാക്യം ചൊല്ലുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ അനുസ്മരണ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും 4 പ്രാർത്ഥനകളുണ്ട്. 2 പ്രാർത്ഥനകൾ പുരോഹിതൻ ചൊല്ലുന്നു, 2 പ്രാർത്ഥനകൾ പ്രതിവാക്യമായിട്ട് വിശ്വാസികളും ചൊല്ലുന്നു. അങ്ങനെ അനുസ്മരണത്തിൻ്റെ ശുശ്രൂഷ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവെന്ന് തൻ്റെ ശിഷ്യന്മാരോട് അവിടെ അരുളി ചെയ്തു. അതാമോദോസേനോ നിന്റെ അനുഗ്രഹങ്ങൾ നമ്മളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മരണത്തെയും 3ാം ദിവസമുള്ള നിന്റെ പുനരുത്ഥാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ള നിന്റെ ഇരിപ്പിനെയും വീണ്ടും ഭൂലോകത്ത് നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ 2ാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്തരഹിതമായി ബലിയെ ഞങ്ങൾ നിനക്കണയ്ക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കുകയോ
ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണമായി ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകുകയോ ചെയ്യാതെ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായിച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ളതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. തുമനായുള്ളവേ, കരുണാവാം ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അനുസ്മരണ പ്രാർത്ഥന കഴിഞ്ഞാലുടനെ റൂഹാഷണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റൂഹാഷണ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. റൂഹാഷണ പ്രാർത്ഥന രഹസ്യത്തിലാണ് പുരോഹിതൻ ചൊല്ലുന്നത്. പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരണമെന്നുള്ള പ്രാർത്ഥന രഹസ്യത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഷമ്മാസൻ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരൻ ഒരു ആഹ്വാനം നൽകുന്നു. അപ്പോൾ റൂഹാഷണ പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകൾ നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ശുശ്രൂഷക്കാരൻ ആഹ്വാനം ചെയ്യുന്നത് അടക്കത്തോടും ഭയത്തോടും കൂടി നിൽക്കുക എന്നാണ്. പുരോഹിതൻ രഹസ്യത്തിൽ റൂഹാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, റൂഹാഷണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ കാണുന്ന മറ്റൊരു പ്രവൃത്തിയാണ് പുരോഹിതൻ രഹസ്യങ്ങളുടെ മേൽ കൈകൾ ആവസിപ്പിക്കുന്നുണ്ട്. അത് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് അങ്ങനെ കൈകളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വിശ്വാസികൾ അടക്കത്തോടും ഭയത്തോടും കൂടി നിൽക്കുവാനായിട്ടാണ് ഷമ്മാസൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരുമ്പോൾ അത് മൂശെ ബർക്കീപ്പ എന്ന പിതാവ് പറയുന്നത് ആരവാരവങ്ങളിലല്ല, നിശബ്ദതയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് എന്ന് സുറിയാനി പിതാക്കന്മാരെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ റൂഹായുടെ ക്ഷണപ്രാർത്ഥന, റൂഹാക്ഷണ പ്രാർത്ഥന പുരോഹിതൻ നിർവഹിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനോട് ആജ്ഞാപിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് ആത്മാവിനോട് ആജ്ഞാപിക്കുന്നില്ല. പരിശുദ്ധ ആത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പുരോഹിതൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് അധികാരിയെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പരിശുദ്ധാത്മാവിൻ്റെ മേൽ പുരോഹിതൻ അധികാരമെടുക്കുന്നില്ല. പുരോഹിതൻ്റെ കഴിവുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇൻവോക്ക് ചെയ്യുകയില്ല. പരിശുദ്ധാത്മാവ് പുരോഹിതൻ്റെയും വിശ്വാസികളുടെയും ഒരുക്കത്തിൻ്റെയും വിശുദ്ധിയുടെയും ഫലമായി ദൈവത്തിൻ്റെ മഹാകരുണയെ പ്രതി, മാത്രവുമല്ല കർത്താവിൻ്റെ അന്ത്യകൽപ്പനപ്രകാരം ഈ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ, കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു അധികാരിയെപ്പോലെ ഈ അപ്പവീഞ്ഞുകളിൽ വന്ന് ആവസിക്കുകയും അതിനെ കർത്താവിൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും എന്ന്. ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? മീനിനെ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും. അപ്പോൾ അപ്പൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അപ്പൻ്റെ ഒരു അവകാശമാണ് മക്കൾക്ക് പരിശുദ്ധാത്മാവിന് കൊടുക്കുക എന്ന് പറയുന്നത്. ഒരു ഭൗതിക ജീവിതത്തിൽ അപ്പൻ മക്കളെ തീറ്റിപ്പോറ്റുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ് വിശ്വാസ സമൂഹത്തെ, സഭയെ കർത്താവ് പരിപോഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതാ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന രഹസ്യത്തിൽ പുരോഹിതൻ അനുതാപത്തോടും അതുപോലെ തീഷ്ണതയോടും കൂടി നിർവഹിക്കുമ്പോൾ വിശ്വാസികൾ ഇതാ ഭയത്തോടും അടക്കത്തോടും കൂടി അതിനെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം തന്നെ വിശ്വാസികളും മൗനമായി നിന്നുകൊണ്ട് ആ പ്രാർത്ഥനയിൽ റൂഹാഷണ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. റൂഹാഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ആവസിക്കുന്നത് വിശുദ്ധിയിലാണ്. അപ്പോൾ വിശുദ്ധിയോടുകൂടി ദിവ്യബലിയിൽ സംബന്ധിക്കുകയാണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആരവാരവങ്ങളിലല്ല, നിശബ്ദതയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതെന്ന് സുറിയാനി പിതാവായ മൂശെ ബർക്കീപ്പ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം ഇതാ പരിശുദ്ധ കന്യകാമറിയമമ്മ നിശബ്ദതയിൽ ഭയത്തോടുകൂടി പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വഴി ഇറങ്ങി വരികയും ആ വചനം ജഡമായി തീർന്ന് കർത്താവിനെ ജന്മം കൊടുക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി കർത്താവ് സ്ത്രീയിൽ ഇറങ്ങി വന്ന്, കന്യകയിൽ ഇറങ്ങി വന്ന് ശരീരവും രക്തവുമായി ശരീരമെടുത്തു, ജഡമെടുത്തു എന്നതാണെങ്കിൽ ജഡശരീരത്തിന്മേൽ പരിശുദ്ധാത്മാവ് വരാനായിട്ട് ആരവാരവങ്ങളുടെ ആവശ്യമില്ല. നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ, വിശുദ്ധിയിൽ പരിശുദ്ധാത്മാവ് അധികാരിയെപ്പോലെ ഇറങ്ങിപ്പാർക്കുമെന്ന് പെന്തക്കോസ്തിയുടെ ശുശ്രൂഷയിലും അതുപോലെ മാമോദീസായുടെ ശുശ്രൂഷയിലും എല്ലാം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്.
പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഈ മനോഹരമായ, അതിശയകരമായ, വിസ്മയിപ്പിക്കുന്ന ഈ രംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ജീവനുള്ള സ്വർഗമാകുന്നവയിൽ നിന്ന് പിതാവത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പിറന്ന് ആവസിച്ച് ദിനേശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. എല്ലാവർക്കും സമാധാനവും ഞങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളിതേതോ നീ എൻ്റെ മേൽ കരുണ ചെയ്യണമേ. റൂഹാഷണ പ്രാർത്ഥന കഴിയുമ്പോൾ ജനങ്ങൾ ഒരു പ്രതിവാക്യം ചൊല്ലുന്നുണ്ട്. ആ പ്രതിവാക്യം ഇങ്ങനെയാണ്: ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകണമേ എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇത്തരം പ്രതിവാക്യങ്ങളെല്ലാം ജനങ്ങൾ ആവേശത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി, താല്പര്യത്തോടുകൂടി പ്രതിവചിക്കുന്നുവെങ്കിൽ മാത്രമേ, നമ്മുടെ നാവിനെ അല്ലെങ്കിൽ അധരങ്ങളെ അത് ഒരു സ്തോത്രബലിയായി സമർപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ അതൊരു അനുഭവമായിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പുരോഹിതൻ കർത്താവെ എന്നോട് ഉത്തരമരുളി ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ കർത്താവെ എന്നോട് ഉത്തരമരുളി ചെയ്യണമേ എന്ന് പറയുമ്പോൾ നെഞ്ചത്തടിക്കുകയും അതുപോലെ നെറ്റിയിലടിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് മുമ്പ് കാലത്തുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സുറിയാനി പിതാക്കന്മാർ അതിനെയും നിരോധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൂടുതൽ ശക്തിയിൽ നെഞ്ചത്തടിക്കുന്നതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധാത്മാവ് വരുന്നു എന്നൊരു ധാരണയും ഉണ്ടാകുന്നു. അതൊരു ആരവാരവുമായിട്ട് മാറുന്നു. പുരോഹിതന്മാരുടെ നെഞ്ചത്തടിയുടെ ശബ്ദവും അതുപോലെ ആഘാതവും അതിൻ്റെ ആഴമനുസരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു എന്നൊരു ചിന്തയുണ്ടാകുന്നു. ഇങ്ങനെയെല്ലാം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നെഞ്ചത്തടിക്കുന്ന പതിവ് അല്ലെങ്കിൽ നെറ്റിയിലടിക്കുന്ന പതിവ് സുറിയാനി പിതാക്കന്മാർ നിർത്തലാക്കിയത്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ നമ്മളുടെ വിശുദ്ധിയെ തികയ്ക്കുക. അതാണ് പുറപ്പാട് പുസ്തകം 20:19 നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മോശയോട് പറയുന്നുണ്ട്, നീ ദൈവത്തോട് സംസാരിക്കുക, ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും എന്ന് ഇസ്രായേൽ ജനം പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയമായിരുന്നു. ഇതുപോലെ തന്നെയാണ് സുറിയാനി പിതാക്കന്മാർ പുതിയ നിയമ ആരാധനയായ വിശുദ്ധ കുർബാനയിലും ഭയത്തോടും അടക്കത്തോടും കൂടി നിൽക്കുക. പരിശുദ്ധാത്മാവ് അതിൻ്റെ അധികാരിയെപ്പോലെ ഇറങ്ങി വസിക്കട്ടെ. അതിൽ നമ്മളതിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പഠിപ്പിക്കാനോ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ആജ്ഞാപിക്കാനോ പോകരുത് എന്ന് സുറിയാനി പിതാക്കന്മാർ അസന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥന, കർത്താവേ എന്നോട് ഉത്തരമരുളി ചെയ്യണമെന്ന പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും അപ്പവീഞ്ഞകളുടെ മേൽ പരിശുദ്ധ റൂഹ ആവസിച്ച് അതിനെ കർത്താവിൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റുവാനുള്ള പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആ പ്രാർത്ഥന നമുക്കൊന്ന് കേട്ടു നോക്കാം. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മെശിഹാ തമ്പുരാന്റെ ശരീരവുമാക്കി തീർക്കുമാ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മെശിഹാ തമ്പുരാന്റെ രക്തവുമാക്കി തീർക്കുമാറാകണമേ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാ, പരിശുദ്ധാത്മാവ് ഈ അപ്പത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന് കർത്താവിൻ്റെ തിരുശരീരമാക്കി മാറ്റണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കാസായിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അതിനെ കർത്താവിൻ്റെ തിരുരക്തമായി മാറ്റണമെന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് അപ്പവീഞ്ഞുകളുടെ മേൽ മാത്രമല്ല, പുരോഹിതൻ്റെ മേലും അതുപോലെ വിശ്വാസ സമൂഹത്തിൻ്റെ മേലുമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിശുദ്ധ കുർബാനയുടെ ആകെ എല്ലാ പ്രാർത്ഥനകളിലും പ്രമേയസദ്രകളിലും ഒക്കെ പരിശോധിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ 3 ഒബ്ജക്റ്റുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ട്. ഒന്ന്, ഒരുക്കി വച്ചിരിക്കുന്ന രഹസ്യപ്പത്തിൻ്റെയും മീനിൻ്റെയും മേൽ, അതുപോലെ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ്റെ മേൽ, ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ മേൽ. ഇങ്ങനെ 3 ഒബ്ജക്റ്റുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചറിയേണ്ട ഒരു കാര്യം, അപ്പവീഞ്ഞുകൾ ഒരു ഭൗതിക വസ്തുവാണെന്ന് നമുക്കറിയാം. എന്നാൽ പുരോഹിതനും വിശ്വാസികളും ജീവനുള്ളവരാണ്. അപ്പോൾ ജീവനുള്ള വസ്തുക്കളിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി പാർക്കുന്നത്. ജീവനില്ലാത്ത വസ്തുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി പാർക്കുന്ന ഒരേ ഒരു സന്ദർഭം അത്
ഒരുക്കി വെച്ച അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മേലാണ്. വിശുദ്ധ കുർബാന മധ്യേ കൽപ്പനയുടെ അനുസരണമായി അപ്പവും വീഞ്ഞും ഒരുക്കി വെച്ച് കഴിയുമ്പോൾ ആ അപ്പത്തെയും വീഞ്ഞിനെയും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റുന്നതിന് വേണ്ടി ജീവനില്ലാത്ത ആ ഒബ്ജക്റ്റിലേക്ക് പരിശുദ്ധ റൂഹ ഇറങ്ങി വരികയും അതിനെ സത്താപരമായി കർത്താവിൻ്റെ ശരീരവും രക്തവുമാക്കി ജീവനുള്ളതാക്കി അതിനെ മാറ്റുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പവീഞ്ഞുകളുടെ മേൽ പരിശുദ്ധ റൂഹ ആവസിച്ച് അതിനെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റി കഴിയുന്നതോടുകൂടി അനാഫോറ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ശുശ്രൂഷ അവസാനിക്കുകയാണ്. അതിനുശേഷം അപ്പത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു സമാപന പ്രാർത്ഥനയും തുബ്ദേനുമാണ് പിന്നീട് വരുന്നത്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്നും കൂടെ അനുസ്മരിക്കാം. ഒന്നാമത് അനുസ്മരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. കർത്താവിൻ്റെ അന്ത്യകൽപ്പന ഇപ്രകാരം ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചതിൻ്റെ അനുസ്മരണം പുരോഹിതൻ ചൊല്ലുന്നു. പുരോഹിതൻ 2 പ്രാർത്ഥനയും വിശ്വാസികൾ 2 പ്രതിവാക്യങ്ങളും ചൊല്ലുന്നുണ്ട്. അതിനുശേഷം ഇതാ അപ്പവീഞ്ഞുകളെ കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളാക്കി മാറ്റുന്ന ശുശ്രൂഷയുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിനെ ഇൻവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ഷണിക്കുന്ന റൂഹാഷണ പ്രാർത്ഥനയും അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി അനാഫോറയുടെ സമാപന പ്രാർത്ഥനയും തുബ്ദേനുകളും അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനകളും അടുത്ത എപ്പിസോഡ് നമുക്ക് ചിന്തിക്കാം. അതുവരേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.